പ്രതിപക്ഷം എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും വലിയ പരാജയമാണ് ദേശീയ രാഷ്ട്രീയത്തിൽ കാഴ്ചവെക്കുന്നത്. സോനം വാങ്ചുങ് ഉയർന്നു വരുന്നു, CJP ഉയർന്നു വരുന്നു. ഇപ്പോൾ അഭിജിത് ദീപ്കെ സോനം വാങ്ചുങ്ങിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതിന് ശേഷം അദ്ദേഹം നിരാഹാരം ഇരിക്കുന്നു. എവിടെയാണ് രാഹുൽ ഗാന്ധി? എന്തിനാണ് രാഹുൽ ഗാന്ധി? ഈ ചോദ്യമാണ് ജനങ്ങൾക്ക് യഥാർത്ഥത്തിൽ ചോദിക്കാനുള്ളത്. ഇവരൊക്കെ ഉള്ളപ്പോൾ പിന്നെ എന്തിനാണ് രാഹുൽ ഗാന്ധി? എവിടെയാണ് രാഹുൽ ഗാന്ധി? നമുക്കറിയാം, കുറേ നാൾ അദ്ദേഹം ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല, വിദേശ പര്യടനത്തിലായിരുന്നു, അതായത് ടൂറിലായിരുന്നു. സുഖചികിത്സയ്ക്കോ അങ്ങനെ എന്തോ വിദേശത്തേക്ക് യൂറോപ്പിൽ പോയത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നൊരു കാര്യം. ജൂലൈ 13 അദ്ദേഹം തിരിച്ചെത്തുകയൊക്കെ ചെയ്തു. ചെറിയ രീതിയിലുള്ള എക്സിൽ ഇങ്ങനെ ട്വീറ്റൊക്കെ എഴുതിയിട്ടുള്ള പ്രതിഷേധങ്ങളൊക്കെയാണ് ഈ നീറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ CJPക്ക് ഒക്കെ നൽകുകയൊക്കെ ചെയ്തത്. അതോടൊപ്പം തന്നെ രാമക്ഷേത്രത്തിലെ കൊള്ള, ഇതിലൊക്കെ വളരെ നിസ്സാരമായിട്ടുള്ള ഒരു പ്രതികരണം രാഹുൽ ഗാന്ധി നൽകിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയുടെ BJPയുടെ ഒരു വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് കോൺഗ്രസും രാഹുൽ ഗാന്ധിയാണെന്ന് BJPക്കാർ നിരന്തരമായിട്ട് പറയാറുണ്ട്. അത് യഥാർത്ഥത്തിൽ അവർ പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്നിപ്പോൾ വെളിപ്പെടുകയില്ല. എന്തിനാണ് രാഹുൽ ഗാന്ധി? എനിക്ക് നമ്മൾ പറയുമ്പം ഒരാഴ്ച പുറകോട്ട് പോകണം. കാരണം ഒരാഴ്ച മുമ്പായിരുന്നു BJPയുടെ ഒരു പോസ്റ്റർ ഡൽഹിയിലെ എല്ലാ തെരുവോരങ്ങളിലും ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി ഈസ് മിസ്സിങ്, രാഹുൽ ഗാന്ധിയെ കാണാനില്ല, കണ്ടു കിട്ടുന്നവർക്ക് പാരിതോഷികം നൽകും എന്നുള്ള തരത്തിലേക്ക് വലിയ തരത്തിലെ ക്യാമ്പയിനിങ് സോഷ്യൽ മീഡിയയിലും ഡൽഹിയിലെ എല്ലാ ഭാഗത്തും കണ്ടായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹം എവിടെയാണെന്ന് ആർക്കും ഒരു വിവരമില്ല. ഈവൻ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കോ രാഹുൽ ഗാന്ധിയുടെ PAക്കോ ഒരാൾക്കും ഒരു വിവരമില്ല എന്നുള്ള തരത്തിലുള്ള വാർത്തകളെല്ലാം വന്നായിരുന്നു. അപ്പം പലതരത്തിൽ BJP ക്യാമ്പയിനിങ് നടത്തിയായിരുന്നു. അപ്പം അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, രാഹുൽ ഗാന്ധി ഇവിടെ വിദേശ പര്യടനത്തിലാണ് എന്നുള്ളതാണ്. അത് പലപ്പോഴും ഈ പറഞ്ഞ പോലെ പല മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലും ബീഹാർ തെരഞ്ഞെടുപ്പിലടക്കം പ്രധാന സമയങ്ങളിലൊന്നും അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഈ പറഞ്ഞ പോലെ മറ്റ് രാജ്യങ്ങളിലായിരിക്കും. പക്ഷേ അതേ സമയത്ത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ പെഹൽഗാം ആക്രമണം ഉണ്ടായി കഴിഞ്ഞപ്പോൾ മോദി പറഞ്ഞ പോലെ സൗദി അറേബ്യയിലായിരുന്നു. അവിടെ ഈ പറഞ്ഞ പോലെ അവിടുത്തെ വിദേശകാര്യമന്ത്രിയോട് സംസാരിക്കുന്ന സമയത്ത് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അന്ന് മോദി ചെയ്ത കാര്യം എത്രയും പെട്ടെന്ന് റദ്ദ് ചെയ്ത് കേരളത്തിലോട്ട് തിരിച്ചു വരുന്നു. ഇപ്പോൾ സിമിലർലി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായി നിൽക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ സോണം വാങ്ചുങ്ങും അതേപോലെ തന്നെ അഭിജിത് ദീക്കെ അതേപോലെ ഐസയും SFI എല്ലാം സമരമുഖത്തുണ്ട്. അവരെല്ലാം നിരാഹാരം കടക്കുന്നു. ഈ സോണം വാങ്ചുങ്ങിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. അവിടെ നിരാഹാരം നിർബന്ധമായിട്ട് കട്ട് ചെയ്യണമെന്ന് ഡൽഹിയിൽ കോടതിയിൽ, സുപ്രീം കോടതിയിൽ ഈ പറഞ്ഞ പോലെ കേസിന് പോകുന്നു BJP നേതാക്കന്മാർ പല ആൾക്കാരും. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെടുന്ന രാഹുൽ ഗാന്ധി ഒരു മൗനം പോലും, അല്ലെങ്കിൽ അദ്ദേഹം അറ്റ്ലീസ്റ്റ് സോനം വാങ്ചുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം അവിടെ പെട്ടെന്ന് തിരിച്ചു വരണമായിരുന്നു. എന്നിട്ട് ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കണമായിരുന്നു, അറ്റ്ലീസ്റ്റ് ഒരു ട്വീറ്റെങ്കിലും ചെയ്യണമായിരുന്നു. അപ്പം ഈ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇന്നേ വരെ ഈ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് യാതൊരുവിധ അംഗീകാരവും അല്ലെങ്കിൽ അവർ പിന്തുണക്കാത്തൊരു പാർട്ടി ആരാന്ന് ചോദിച്ചാൽ, നേതാവ് ആരാന്ന് ചോദിച്ചാൽ അത് ഉത്തരം ഒന്നേ ഉള്ളൂ, അത് ഈ പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധി മാത്രമാണ്. ചെറിയ പിന്തുണയൊക്കെ നൽകിയിട്ടുണ്ട്, ചെറിയ രീതിയിലുള്ള, അല്ലാതെ വലിയ പിന്തുണയൊന്നും അദ്ദേഹത്തിന് നൽകാനായിട്ട് കോൺഗ്രസിൻ്റെ ചില നേതാക്കളൊക്കെ ആ വേദിയിലൊക്കെ എത്തുന്നുണ്ട് എന്നല്ലാതെ രാഹുൽ ഗാന്ധി എത്തിയിട്ട് ഒരു വലിയ പിന്തുണ കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് ഒരു വലിയ പരമാർത്ഥം തന്നെയാണ്. ഇത് മാത്രമല്ല, വയനാട്ടിൽ ഒരു വലിയ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ അടുത്തിടെ എവിടെയായിരുന്നു? വന്നിട്ടുണ്ടായിരുന്നില്ല, സന്ദർശിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രിയങ്ക ഗാന്ധി എവിടെയായിരുന്നു? ഈ ചോദ്യങ്ങളൊക്കെ കോൺഗ്രസിന് വലിയ തലവേദന സൃഷ്ടിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, BJPക്ക് ബദൽ എന്നല്ല, BJPക്ക് ഒരു ഓൾട്ടർനേറ്റീവ് ആരാണെന്ന് ചോദിക്കുമ്പോൾ അവിടെ ശൂന്യതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം പ്രതിപക്ഷ നേതൃത്വം ശക്തമായിട്ടില്ല. ഇന്ത്യ മുന്നണി തന്നെ വലിയ സമരമുഖത്തേക്ക് രാജ്യം കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഇറങ്ങാൻ സാധിക്കുന്നില്ല. നമുക്കറിയാം, കർഷക സമരം എന്ന് പറയുന്നത് അത് 1 വർഷം നീണ്ട ഒരു വലിയ സമരമായിരുന്നു. കർഷക സമരം അതിനുശേഷം സംഭവിച്ച ലോക്സഭാ തിരഞ്ഞെടുപ്പ് 2024 ഒരു പാർട്ടിക്കും കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. മോദിയെയും BJPയൊക്കെ അടിച്ച് താഴത്തിരിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ജനം ചെയ്തിരുന്നത്. 99 സീറ്റുകൾ കോൺഗ്രസിന് ലഭിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായി. അത് ഈ ഭാരത് ജോഡോ യാത്ര എന്ന് പറയുന്ന വലിയൊരു പരിപാടി ആസൂത്രണം ചെയ്ത് അത് വിജയകരമായിട്ട് പൂർത്തീകരിക്കാനായിട്ട് രാഹുൽ ഗാന്ധിക്ക് സാധിച്ചു. കർഷക സമരം, ഇതൊക്കെയാണ് കോൺഗ്രസ് യഥാർത്ഥത്തിൽ 99 എത്തിച്ചതും BJPയെ താഴ്ത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായത്. ഈ ഒരു സമരം തെരുവിലേക്ക് ഇറങ്ങി ഒരു വലിയ പോരാട്ടം നയിക്കാനായിട്ട് ഇന്ത്യ മുന്നണിക്ക് സാധിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു വിഷയമാണ്. വെറും ട്വീറ്റ് ചെയ്തുകൊണ്ടും ഇങ്ങനെയൊക്കെയുള്ള പ്രതിഷേധങ്ങളും ഇതൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ അദ്ദേഹം ഈ AC മുറിയിൽ നിന്ന് വളർന്നു വന്നൊരു നേതാവാണ്. അതുകൊണ്ട് പലപ്പോഴും നമുക്കറിയാം BJP എങ്ങനെയാണ് വന്നതെന്നുള്ളത്. മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ഗ്യാസിന് വില വർദ്ധിച്ചപ്പം ഈ പറഞ്ഞ പോലെ BJPയുടെ പല മുതിർന്ന നേതാക്കന്മാർ ഗ്യാസ് സിലിണ്ടർ തലയിലേറ്റി
അന്ന് വലിയ തരത്തിലുള്ള പ്രക്ഷോഭം, അതേപോലെ കാളവണ്ടി പ്രക്ഷോഭം നമ്മൾ ഓർക്കുന്നുണ്ടാവും. പലതരത്തിൽ അയോധ്യ വിഷയം നടന്നപ്പോൾ പലതരത്തിൽ അങ്ങനെ ഏതൊക്കെ വിഷയം നടന്നപ്പോൾ തെരുവിലിറങ്ങി പ്രതിഷേധിച്ച നേതാക്കന്മാർ തന്നെയാണ് BJP. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് 2014 BJP ഭരണത്തിൽ വരും തുടർച്ചയായി 3 പ്രാവശ്യം അവർക്ക് ജയിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് തന്നെയാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ കോൺഗ്രസ് എല്ലാത്തിൽ നിന്നും മങ്ങി എന്നുള്ളതാണ്. മാത്രമല്ല ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണിയുടെ നേതാവായിട്ട് രാഹുൽ ഗാന്ധിയും അല്ലെങ്കിൽ ഈ പറഞ്ഞ മല്ലികാർജ്ജുൻ ഖാർഗെയും ഇവരൊക്കെ ഇരിക്കുന്നു എന്നുള്ളതാണ്. ആ സ്ഥാനത്തോട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയ പരാജയം എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുന്നണിയെ ഒരുമിച്ച് ചേർക്കാൻ പറ്റാത്ത തന്നെയാണ്. കാരണം ആം ആദ്മി പാർട്ടി മുന്നണി വിട്ടുപോയി, തൊട്ടു പിന്നാലെ DMK പോയി തമിഴ്നാടുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ, അതേപോലെ NCP ശരത് പവാർ പോകുന്നു എന്ന് പറയുന്നു, അവർ BJP ആയിട്ട് ചർച്ചകൾ നടത്തുന്നു. ശിവസേന വലിയ തരത്തിൽ അതൃപ്തിയിലാണ്. മാത്രമല്ല JM ജാർഖണ്ഡ് മുക്തി മോർച്ച ഈ പറഞ്ഞ പോലെ ബീഹാറിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഒരു സീറ്റ് കൊടുക്കാത്തതിൻ്റെ പേരിൽ അവരും വലിയ പ്രതിഷേധത്തിലാവുന്നു. മാത്രമല്ല RJD പോലും മുന്നണിയിൽ നിൽക്കുന്നത് ഈ പറഞ്ഞ പോലെ കോൺഗ്രസ് ഒട്ടുമിക്ക സീറ്റ് അവർക്ക് വേണമെന്നാണ് മത്സരിച്ച സീറ്റിലെല്ലാം അവർ അമ്പേ പരാജയപ്പെടുന്നു. ആ സ്ഥലങ്ങളിലെല്ലാം പൂർണ്ണമായിട്ടും RJDക്ക് വിജയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും കോൺഗ്രസിൻ്റെ പിടിവാശിക്ക് മുമ്പിൽ നിന്ന് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നു. അവസാനം എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാണ്ട് പൂർണ്ണമായി പരാജയപ്പെടുന്നു എന്നുള്ളത് മാത്രമല്ല, മമതാ ബാനർജി പോലും വെസ്റ്റ് ബംഗാളിൽ ഈ പറഞ്ഞ പോലെ മമതാ ബാനർജി കൈവിട്ടു പോകുന്നു. അതെ, അപ്പോൾ ഇപ്പൊ ഏറ്റവും അവസാനം 60ഓളം ആളുകൾ മാറിയല്ലോ, പാർട്ടി മാറിയല്ലോ, 50ഓളം MLA മാറി, 20ഓളം MP മാറി. അപ്പം ഇത്തരത്തിൽ മമതാ ബാനർജി പോലും ഇല്ലാണ്ടാകുന്നു. അപ്പോൾ ഇനി എന്തുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, പല നേതാക്കന്മാർ ഇപ്പോൾ ഗുലാം നബി ആസാദിനെ പോലത്തെ പല നേതാക്കന്മാരും കോൺഗ്രസ് വിട്ടുപോകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ രാഹുൽ ഗാന്ധിയുടെ പിടിപ്പുകേട് തന്നെ. അദ്ദേഹം നല്ല നേതാവായിരിക്കാം, നല്ല വ്യക്തിയായിരിക്കാം, പക്ഷെ ഒരു കൂട്ടം ജനങ്ങളെ കൂട്ടിപ്പിടിച്ച് ഒരു അമ്പർലക്ക് കീഴിൽ കൊണ്ടുപോകാന്നുള്ളത് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് നിറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ കുളത്തിൽ ചാടിയിട്ടോ അല്ലെങ്കിൽ ചായക്കടയിൽ ഇരുന്ന് ചായ കുടിച്ചിട്ടോ അല്ലെങ്കിൽ തട്ടുകടയിൽ നിന്ന് മീൻകറി കഴിച്ചിട്ടോ ഒന്നും കാര്യമില്ല. മറ്റു രീതിയിലുള്ള തന്ത്രങ്ങൾ പ്രയോഗിക്കണം എന്നാണ് രാജ്യത്തിലെ ജനങ്ങൾ യഥാർത്ഥത്തിൽ പലരും അഭിപ്രായപ്പെടുന്നത്. ഇപ്പം രാമചന്ദ്ര ഗുഹയെ പോലുള്ള ചരിത്രകാരന്മാർ, എഴുത്തുകാരൊക്കെ ഈ കരൺ താപ്പറിന് ദ വയറിനൊക്കെ നൽകിയ ഇൻ്റർവ്യൂ അടുത്തിടെ വലിയ വൈറലായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ലേഖനം പുറത്തു വന്നിട്ടുണ്ടായി. അതിലൊക്കെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, രാഹുൽ ഗാന്ധി മോദിക്ക് മുമ്പിൽ ഒന്നുമല്ലാതായി മാറിത്തീരുന്നു. അതായത് അദ്ദേഹം പറഞ്ഞത് ഇതാണ് എക്സാക്ട്ലി, എന്നെപ്പോലെ അത്രയും വലിയ BJP വിരുദ്ധനായിട്ടുള്ള ഒരാൾ മറ്റാരും ഉണ്ടാവില്ല. എൻ്റെ സുഹൃത്തുക്കളിൽ ഒരുപാട് പേര് BJP വിരുദ്ധരായിട്ടുള്ള നിരവധി ആളുകളുണ്ട്. അവർ പോലും എന്നോട് ചോദിക്കുന്നത്, നമ്മൾക്ക് BJP വിരുദ്ധരാണ്, മോദി വിരുദ്ധരാണ്, എങ്കിലും ഞങ്ങൾ മോദിയെ ട്രസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആ ട്രസ്റ്റ് രാഹുൽ ഗാന്ധിയിൽ കൊടുക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു സംഗതി രൂപപ്പെടുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്നുള്ളത് പരിശോധിക്കേണ്ട, കോൺഗ്രസ് തീർച്ചയായിട്ടും പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് മോദി വിരുദ്ധരായിട്ടുള്ള ആളുകൾക്ക് പോലും രാജ്യത്തിൻ്റെ കാര്യം വരുമ്പം മോദിയിൽ ട്രസ്റ്റ് അർപ്പിക്കേണ്ടി വരുന്നു എന്ന് പറയുന്ന ഒരു വല്ലാത്ത പ്രതിസന്ധിയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു നേതാവ് തന്നെയാണ്. അതിൽ യാതൊരു തരത്തിലുള്ള സംശയമില്ല. പ്രധാനപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ അദ്ദേഹത്തെ രാജ്യത്ത് കാണാൻ പറ്റില്ല. അദ്ദേഹം യൂറോപ്പിലോ ഇംഗ്ലണ്ടിലോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലൊക്കെ ടൂറിലായിരിക്കും, പര്യടനത്തിലായിരിക്കും. അതുകൊണ്ടാണ് ഫവാസ് നേരത്തെ പറഞ്ഞ പോലുള്ള ഡൽഹിയിൽ ഒരാഴ്ച മുമ്പ് ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്, വേർ ഇസ് രാഹുൽ ഗാന്ധി എന്ന രീതിയിൽ. അത് നമ്മളെ നാഷണൽ മീഡിയാസൊക്കെ വലിയ രീതിയിൽ ഡിബേറ്റ് ചെയ്യുകയും കവർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അതിൻ്റെ പിന്നിൽ ആരാണെന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. സ്വാഭാവികമായിട്ടും അത് BJP ആയിരിക്കും, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഉള്ളിൽ തന്നെ രാഹുൽ ഗാന്ധിയോട് എതിർപ്പുള്ള മറ്റു പലരും ആയിരിക്കും എന്നൊക്കെയാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്ത് തന്നെയായാലും ഈ രീതിയിലാണ് രാഹുൽ ഗാന്ധി മുമ്പോട്ട് പോകുന്നതെങ്കിൽ BJPയെ താഴെ ഇറക്കാൻ, അടിച്ച് മൂലക്കിരുത്താനായിട്ട് സാധിക്കില്ല എന്ന് പറയുന്ന വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യം രാജ്യത്ത് രൂപപ്പെടുമെന്നുള്ളതാണ്. ഇപ്പം തന്നെ സോനം വാങ്ചുങ് ആണ് ഉയർന്നു വന്നിരിക്കുന്നത്, അഭിജിത്ത് ദീപ്കയാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ഇവരൊക്കെ യഥാർത്ഥത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് BJPക്കാണോ അതോ രാഹുൽ ഗാന്ധിക്കാണോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമായിട്ട് നിലനിൽക്കുകയാണ്. അപ്പം ഏത് രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ്, ഇപ്പം മോദി തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ക്രിയേറ്റീവായിട്ടുള്ള കൺസ്ട്രക്റ്റീവായിട്ടുള്ള ക്രിറ്റിസിസം എനിക്കെതിരെ അല്ലെങ്കിൽ എൻ്റെ സർക്കാരിനെതിരെ രൂപപ്പെടുന്നത് കാണാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ മോദി പറഞ്ഞിട്ടുണ്ട്. അതൊരു പോഡ്കാസ്റ്റിലൊക്കെ നൽകിയപ്പോൾ അദ്ദേഹം ഇത്തരത്തിലുള്ള തള്ളുകളൊക്കെ നടത്തിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും. അപ്പം അത്തരത്തിൽ വളരെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ക്രിറ്റിസിസം നടത്താൻ നമ്മുടെ നാട്ടിലുള്ള പ്രതിപക്ഷ പാർട്ടികൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഇതിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു കൂടെ പറയേണ്ട മറ്റൊരു കാര്യം, ഈ പറഞ്ഞ പോലെ അദ്ദേഹം ഈ 2026 ഇലക്ഷനിൽ കേരളത്തോടൊപ്പം തന്നെ മറ്റൊരുപാട് സംസ്ഥാനങ്ങളിൽ
ഈ പറഞ്ഞ പോലെ വെസ്റ്റ് ബംഗാളിൻ്റെ കൂടെ അസം പോലത്തെ പല സംസ്ഥാനങ്ങളും ഇലക്ഷൻ നടന്നായിരുന്നു. അന്നൊന്നും ഈ പറഞ്ഞ പോലെ കേരളം ഒഴികെ, കേരളം ഈ പറഞ്ഞ പോലെ എന്ത് പറഞ്ഞാലും ഒരു AICC തീരുമാനിക്കും, അന്തിമ തീരുമാനം AICCക്ക് ഇടത്, AICCക്ക് വിട്ടുകൊടുത്തു എന്നുള്ള പറയുമ്പോൾ ഇതൊക്കെ തീരുമാനിക്കേണ്ടത് രാഹുൽ ഗാന്ധി. ഈവൻ കേരളത്തിൽ പോലും വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളിലോട്ട് പോയായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ബന്ധപ്പെട്ട്. അന്ന് രാഹുൽ ഗാന്ധി പോലും VD സതീശനെതിരായിട്ടുള്ള നിലപാടായിരുന്നു എടുത്തത്. അപ്പോൾ എന്തായാലും പോലും ഇതൊരു ഉദാഹരണം മാത്രമല്ല, അങ്ങനെ ഇത്തരത്തിൽ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഇല്ലാണ്ടാകുന്നതിൽ മുഖ്യ പങ്ക് രാഹുൽ ഗാന്ധിക്കുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ നിലപാടില്ലായ്മ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഗ്രാസ് റൂട്ട് ലെവലിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളതിന് അദ്ദേഹത്തിന് അറിയില്ല. KC വേണുഗോപാലിനെ പോലെ കുറച്ച് നേതാക്കന്മാർ കുറച്ച് മന്ത്രം ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ അത് അതേപോലെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി കുറച്ചും കൂടി കാര്യങ്ങൾ പഠിച്ച് അടിത്തട്ടിലോട്ട് ഇറങ്ങണം. ഇതൊക്കെ ഇപ്പോൾ ഈ സോനം വാങ്ചുക്കിൻ്റെ കാര്യത്തിലൊക്കെ കൃത്യമായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ അത് കൃത്യമായൊരു വോട്ട് ഉണ്ടാക്കാനും അടിത്തട്ടിൽ വിശ്വാസം ആർജിച്ചെടുക്കാനൊക്കെ പറ്റിയൊരു അവസരമായിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും രാഹുൽ ഗാന്ധി, എനിക്കൊരു പരിധിവരെ രാഹുൽ ഗാന്ധി ഭയക്കുന്നുണ്ടാവും. 2013 അന്നാ ഹസാരെയുടെ ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ മൂവ്മെന്റിലൂടെ അന്ന് പറഞ്ഞ പോലെ കോൺഗ്രസ് വലിയ തരത്തിലില്ലാണ്ടാവും. അതിന്റെ ഉപകാരപ്രതി അതെ ആരായിരുന്നാൽ പോലും അത് ഉപകാരപ്പെട്ടത് ഈ പറഞ്ഞ പോലെ BJPക്കായിരുന്നു എന്നുള്ളതിന്റെ സത്യാവസ്ഥ. അന്നാസാരുടെ ആ ഒരു മൊമെന്റ് മാത്രമല്ല, അതിൽ നിന്ന് തന്നെ വോട്ട് പോയത് മൊത്തം കോൺഗ്രസിൽ നിന്നായിരുന്നു. ആ പോയ വോട്ട് കിട്ടിയത് ഡൽഹിയിലടക്കം ആം ആദ്മിയെ പിടിച്ച് കയറിയത്. അപ്പോൾ അതേപോലത്തെ ഒരു മൊമെന്റ് വന്നാൽ ഇനിയും തങ്ങളുടെ വോട്ട് നഷ്ടപ്പെടുമോ എന്നുള്ള പേടി രാഹുൽ ഗാന്ധിക്കുള്ളിലുണ്ട് എന്നുള്ള പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നുണ്ട്. ഇപ്പൊ ഈ സോനം വാങ്ചുക്കിന്റെ ഇപ്പൊ ഈ പ്രതിഷേധം, ഈ നിരാഹാര സമരം, അതിനെ പിന്തുണയ്ക്കാത്ത നിരവധി വിപ്ലവകാരികളുണ്ട് നമ്മുടെ നാട്ടിൽ പോലും. പല സമരങ്ങൾക്കും കൃത്യമായിട്ടുള്ള പിന്തുണ നൽകുന്നവർ പോലും അതിൽ നിന്ന് വിമുഖത കാണിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം ഒരുപക്ഷെ ഇതായിരിക്കാം. ഇപ്പം സോനം വാങ്ചുങ് NEP 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ അനുകൂലമായിട്ടുള്ള നിലപാടെടുത്തിട്ടുള്ള ഒരാളാണ്. ധർമ്മേന്ദ്ര പ്രധാനെയൊക്കെ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ആ ചിത്രങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അദ്ദേഹത്തിന് നൽകാൻ പറ്റുന്ന നിർദ്ദേശങ്ങളൊക്കെ അതിൽ നൽകി എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ മോദി ഗവൺമെൻറ്റിന് പാസ്റ്റിൽ പല രീതിയിലുള്ള എപ്രിസിയേഷൻസ് സോനം വാങ്ചുങ് നൽകിയിട്ടുണ്ട്. ഇപ്പം സ്വച്ഛ് ഭാരത് പോലുള്ള സംവിധാനങ്ങൾ മികച്ചതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ചില കാര്യങ്ങളിലൊക്കെ. അപ്പോൾ ഇത് അതുകൊണ്ട് തന്നെ പലർക്കും ഇദ്ദേഹം ആർക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത് കാര്യത്തിൽ ഒരു ദുരൂഹത അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ CJPയുടെ കാര്യത്തിൽ പോലും ആ ദുരൂഹത പലരും അങ്ങനത്തെ ഒരു കോൺസ്പിറൻസി പലതും ആരോപിക്കുന്നുണ്ട്. പക്ഷെ എന്തു തന്നെയായാലും അവർ ഉന്നയിച്ച ഒരു വിഷയം എന്ന് പറയുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി തന്നെയാണ്. അത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിവെക്കലിലൂടെ മാത്രം അവസാനിക്കുന്ന ഒരു സംഗതിയല്ല. ഈ നാട്ടിലുള്ള യുവജനങ്ങളുടെ കണ്ണ് തുറപ്പിക്കുക, കുറച്ചും കൂടി പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന ഗുരുതര വീഴ്ചകളെ കുറിച്ച് അവെയർ ആക്കിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ഈ CJPയും സോനം വാങ്ചുങ് ഒക്കെ ചെയ്യുന്നത്. അത് ചെയ്യേണ്ടത് തന്നെയാണ്. അദ്ദേഹം സ്വാഭാവികമായിട്ടും ഈ എഡ്യൂക്കേഷൻ രംഗത്ത് നിരവധി കാലത്തെ ദീർഘമായിട്ടുള്ള വളരെ മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ചിട്ടുള്ള ഒരാളാണ്. ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെയാണ് അദ്ദേഹം പഠിക്കുക പോലും ചെയ്തത്. സ്കൂളിൽ പോലും പോയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അതേപോലെ പല രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ഒരു രാജ്യവിരുദ്ധനൊക്കെ ആക്കിയിട്ട് മുദ്ര കുത്തുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അസംബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊക്കെ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് രാഹുൽ ഗാന്ധിയാണ്. പക്ഷെ അദ്ദേഹത്തിന് അത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിൽ തിരിച്ചു വരികയാണെങ്കിൽ നമ്മുടെ ഇദ്ദേഹം രാമചന്ദ്ര ഗുഹ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ പറഞ്ഞത് ഒട്ടും സെൽഫ് ഡിസിപ്ലിൻ ഇല്ലാത്ത, പൊളിറ്റിക്സിൽ പാഷനേറ്റ് അല്ലാത്ത ഒരാളായിട്ട് രാഹുൽ ഗാന്ധി മാറുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ പാഷനേറ്റ് ആയിട്ടുള്ള ആ തീ രാഹുൽ ഗാന്ധിയിൽ നിന്ന് ഉയരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇടയ്ക്ക് ബ്രേക്ക് എടുത്തിട്ട് ഒരു പൊതുപ്രവർത്തനം, അതൊരു രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളതാണ്. അദ്ദേഹത്തിൽ നിന്നൊരു അഗ്നി, ഒരു തീയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ തീ രാഹുൽ ഗാന്ധിയിൽ ഇല്ല എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായിട്ട് ഉള്ളൊരു സംഗതിയാണ്. അതിനെ പരിഹരിക്കാനായിട്ട് എന്ത് പ്രവർത്തനങ്ങളാണ് കോൺഗ്രസ് നടത്തുക? അങ്ങനെ നടത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ 2029 പുഷ്പം പോലെ BJP അധികാരത്തിലേക്ക് വരുമെന്നുള്ളതാണ് എന്തൊക്കെ സംഭവിച്ചാലും. അപ്പം ഒരു കാര്യം വളരെ ക്ലിയറാണ്, രാഹുൽ ഗാന്ധി ഈ തരത്തിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഏറ്റെടുത്ത് ഇങ്ങനെയാണ് മുന്നണിയെ നയിക്കുന്നതെന്നുണ്ടെങ്കിൽ 2029 പോയിട്ട് ഇനി വരുന്ന പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് അപ്പാടെ നഷ്ടപ്പെടുന്ന രീതിയിലോട്ട് പോകും. ഇപ്പോഴും പ്രധാനമന്ത്രി കസേര മുഖം വെച്ചുകൊണ്ട് നടക്കുന്ന നേതാവ് കൂടിയാണ് രാഹുൽ ഗാന്ധി. സ്വാഭാവികമായിട്ടും അതിലേക്ക് എത്തിപ്പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ എല്ലാ പാർട്ടിക്കാരെയും കൂട്ടണം എന്നുള്ളത് മാത്രമല്ല, കൃത്യമായിട്ടുള്ള സന്ദർഭങ്ങളിൽ കൃത്യമായിട്ട് ഇടപെടണം എന്നുള്ളത്. ഇപ്പോൾ കൃത്യമായിട്ട് അരവിന്ദ് കെജ്രിവാൾ എങ്ങനെയാണ് അന്നാ ഹസാരെയുടെ ഇന്ത്യ അഗെയിൻസ്റ്റ് മൂവ്മെന്റ് കറപ്ഷൻ ഉപകാരപ്രദമാക്കിയത്, ഡൽഹിയിൽ 2016 എങ്ങനെയാണ് കയറിയത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. അതേപോലത്തെ ഒരു മൂവ്മെന്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായി യൂട്ടിലൈസ് ചെയ്ത് രാഹുൽ ഗാന്ധി അതിൽ പങ്കുചേർന്നുകൊണ്ട് ആ ഒരു വോട്ട് കൃത്യമായി തൻ്റെ ഭാഗത്തേക്ക് തിരിക്കാൻ അതിന് വേണ്ട രാഷ്ട്രീയ പ്രക്രിയകൾ ചെയ്യുകയാണ് രാഹുൽ ഗാന്ധി കൊണ്ടത്. അല്ലാണ്ട് ഈ സമയത്ത് ഈ പറഞ്ഞ പോലെ വിദേശ യാത്രയെല്ലാം ഒഴിവാക്കി. അവിടെയാണ് BJPയുടെ ഏജന്റ് ആയിട്ടാണോ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി പ്രവർത്തിക്കുന്നത് എന്നുള്ള സംശയം രൂപപ്പെടുന്നത്. ഡൽഹിയിൽ ആം ആദ്മിക്ക് വേണ്ട രീതിയിലുള്ള പിന്തുണയൊന്നും
കോൺഗ്രസ് നൽകിയിരുന്നില്ല, രാഹുൽ നൽകിയിരുന്നില്ല. ഒരു 4% വോട്ടിലാണ് ആം ആദ്മി തോറ്റത് പോലും. അതെ, ബംഗാളില് മമത ഇന്ത്യ മുന്നണിക്കൊപ്പമായിരുന്നില്ല നിന്നിരുന്നത്. അതിൽ നിന്ന് പിൻവലിഞ്ഞു എന്നുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നേരിട്ടതും വലിയ രീതിയിലുള്ള ദുരന്തം അവിടെ സംഭവിക്കുകയൊക്കെ ചെയ്തത്. ഇപ്പം ബംഗാളിൽ സംഭവിക്കുന്നത് എന്താണ്? അവിടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ പോലും അപ്രത്യക്ഷമാക്കിക്കൊണ്ട് BJP കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. 50 MLA ഓൾറെഡി BJPയിലോട്ട് പോയി കഴിഞ്ഞു. പിന്നെ ഒരു പ്രധാനപ്പെട്ടുള്ള ഒരു സംഗതി, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കോൺഗ്രസ്സുകാരനോട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചൊരു കാര്യം, ഈ രാമക്ഷേത്രത്തിലെ കൊള്ള വലിയൊരു സംഗതിയാണല്ലോ, അത് കത്തിക്കാൻ പറ്റുന്ന, അതായത് ഹിന്ദു വിശ്വാസികളെപ്പോലും അപമാനിച്ചിരിക്കുകയാണ് സംഘപരിവാർ പ്രവർത്തകർ അതിൻ്റെ ഉള്ളിൽ മുഴുവൻ കയറി കള്ളപ്രവർത്തനങ്ങൾ നടത്തിയിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കത്തിക്കാൻ പറ്റുന്നൊരു വിഷയമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പ്രതികരിക്കാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, രാഹുൽ ഗാന്ധി നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാനൊരു ബ്രാഹ്മണനാണെന്ന്, അതുകൊണ്ട് അദ്ദേഹത്തിന് പ്രതികരിക്കാൻ പറ്റില്ല. എന്താ പ്രതികരിച്ചാൽ? അല്ല, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ബ്രാഹ്മണനാണ് എന്ന്. രാഹുൽ ഗാന്ധി നേരത്തെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ബ്രാഹ്മണനാണ് എന്ന്. ബ്രാഹ്മണൻ എന്താ രാമനോട് എന്താ പ്രശ്നം? അല്ല, അപ്പൊ അത്തരത്തിൽ ഒരു മൃദു ഹിന്ദുത്വം, അതാണ് ഞാൻ പറഞ്ഞത്, ഒരു മൃദു ഹിന്ദുത്വം രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പോലും കാണിക്കുന്നു. അതുകൊണ്ടാണ് ഈ രാമവിഷയത്തിൽ പോലും ഒരു കൃത്യമായ ശക്തമായ ഭാഷയിലുള്ള പ്രതികരണം രാഹുലിന് നടത്താൻ പറ്റാത്തത്. അതിന് പിന്നിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്, BJPയോടുള്ള ഭയം. കാരണം ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഉയരാൻ പോകുന്ന ഒരു പരാതി വിമർശനം എന്ന് പറയുന്നത് ഹിന്ദുധർമ്മത്തെ, സനാതനധർമ്മത്തെ ഇയാൾ ആക്ഷേപിക്കുകയാണെന്ന് പറഞ്ഞിട്ട് BJP ഇപ്പുറത്തുനിന്ന് ഇത് അഴിച്ചുവിടും. അതിനെ പ്രതിരോധിക്കാൻ ഇവർക്ക് പറ്റുന്നില്ല. ഇങ്ങനെയുള്ള പല രീതിയിലുള്ള പ്രതിസന്ധികൾ മൂലം രാഹുൽ ഗാന്ധി ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രത്യക്ഷമാവുകയാണ്, അല്ലെങ്കിൽ പരാജയപ്പെടുകയാണെന്നുള്ളതൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ്. എനിക്കൊന്നും രാഹുൽ ഗാന്ധിക്ക് BJP ഭയമില്ല, പക്ഷെ ആൾക്കാർക്ക് ഞാൻ യോജിക്കുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ BJPയുമായിട്ട് എങ്ങനെ ഏറ്റുമുട്ടണം എന്നുള്ള തരത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങളുടെയും DMKയുടെ നിലപാട് വലിയ തരത്തിൽ BJP ചൊടിപ്പിച്ചിരുന്നു. പല ഹിന്ദു ഐഡിയോളജിക്കെതിരെ പരസ്യമായിട്ട് പറയുന്നത് ഒരു പകർച്ചവ്യാധി പോലെയാണ് ആ സാധനം എന്നുള്ളതടക്കം പരസ്യമായിട്ട് ഉദയനിധി സ്റ്റാലിൻ അടക്കം പറഞ്ഞതാണ്. അപ്പോൾ ഒരു തരത്തിലും അങ്ങനത്തെ വിയോജിപ്പുകളുണ്ടെങ്കിലും രാഹുൽ ഗാന്ധി അവരുടെ ഭാഗമായി നിൽക്കുന്നെങ്കിൽ, പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം അതേ DMKനെ കൂടെ പിടിക്കാൻ വേണ്ടി BJP ശ്രമിക്കുന്നു എന്നുള്ളത്. അപ്പം ഇറ്റ്സ് ആൾ അബൌട്ട് പൊളിറ്റിക്സ്. രാഷ്ട്രീയം വരുമ്പോൾ അവിടെ മാറി നിന്നത്. അതെ, അപ്പോൾ ഇത്തരത്തിൽ രാഷ്ട്രീയം വരുമ്പം ഈ പറഞ്ഞ പോലെ അവിടെ സനാതനധർമ്മത്തെ ഈ പറഞ്ഞ പോലെ ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞത് ഇറ്റ്സ് എന്താ പറയുക പകർന്നുകൊണ്ടിരിക്കുന്ന പകർച്ചവ്യാധി എന്നാണ് പറഞ്ഞത് സനാതനധർമ്മത്തെ. അപ്പോൾ ഇത്തരത്തിൽ കൃത്യമായിട്ട് കോൺഗ്രസ് പറയുന്ന മുന്നണിക്കാണ് തമിഴ്നാട്ടിൽ വിജയിച്ചു വരുന്നത്. അവിടെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് പ്രശ്നം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അന്ന് രാഹുൽ ഗാന്ധി ഒഴിവാക്കണമായിരുന്നു. അന്ന് ഒഴിവാക്കിയിട്ടില്ല. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഈ പറഞ്ഞ പോലെ കൃത്യമായ ഐഡിയോളജി അല്ല പ്രശ്നം, മരണം എവിടെയാണ് പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ വിജയുടെ കൂടെ കൂട്ടുന്നു. മാത്രമല്ല ഈ ശരിക്കും അയോധ്യക്കെല്ലാം ശരിക്കും മുതലെടുക്കാൻ പറ്റിയ ഒരു സാധനമായിരുന്നു രാഹുൽ ഗാന്ധി, കൃത്യമായിട്ടും പറയാനുള്ളത്. പക്ഷേ ഇപ്പം പറയാനുള്ളത് അഖിലേഷ് യാദവും ഈ പറഞ്ഞ പോലെ അരവിന്ദ് കെജ്രിവാളും മാത്രമേ ഉള്ളൂ ഈ കാര്യങ്ങൾ പറയാൻ. അവരെ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇപ്പോൾ BJP നോക്കുന്നത്. രാഹുൽ ഗാന്ധിയെ ഒരു പ്രതിപക്ഷ നേതാവായിട്ട് പോലും ഇപ്പോൾ BJP കാണുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ.